പാലക്കാട് മണ്ണാർക്കാട് അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ കുട്ടികളെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് മുൻമന്ത്രി കെ.ടി. ജലീലിനെതിരെ എം.എസ്.എഫ് രംഗത്ത്. വിദ്യാർത്ഥികളെ അപമാനിച്ച കെ.ടി. ജലീൽ മാപ്പു പറയണമെന്ന് എം.എസ്.എഫ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഫർഹാൻ ബിയാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. ജലീലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്നും എം.എസ്.എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നഗരസഭ 19, 20, 22 വാർഡുകളുടെ വിജയോത്സവം ജലീൽ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു സംഭവം. ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരമറിയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. പിന്നാലെ വിലാസം തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ചുവരുത്തിയ ഒരു കുട്ടിയുടെ ചെവിയിൽ നുള്ളുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് സംഭവം വിവാദമായത്. വിദ്യാർത്ഥികളെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തതിൽ നടപടി വേണമെന്ന് എം.എസ്.എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തോറ്റമ്പിയ രാഷ്ട്രീയക്കാരന്റെ നിരാശ തീർക്കേണ്ടത് പാവം വിദ്യാർത്ഥികളുടെ നെഞ്ചത്തല്ലെന്നും ഫർഹാൻ ബിയത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതിനിടയിൽ ജലീലിനെതിരെ കേസെടുക്കണമെന്ന് എം.എസ്.എഫ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി അമീൻ റാഷിദും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിദ്യാർത്ഥികളെ പരസ്യമായി അപമാനിച്ചത് അംഗീകരിക്കാനാകില്ലെന്നും കായികമായി ഉപദ്രവിച്ചത് ബാലാവകാശ ലംഘനമാണെന്നും അമീൻ പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണമെന്ന് അമീൻ റാഷിദ് ആവശ്യപ്പെട്ടു. ടെൻഷനായാൽ അക്ഷരത്തെറ്റ് വരാൻ പാടില്ല, അക്ഷരങ്ങൾ എഴുതാൻ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ടറിയില്ല എന്ന് മറ്റ് ചില വിദ്യാർത്ഥികളോട് കെ.ടി. ജലീൽ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെ വന്ന ഒരു കുട്ടി മേൽവിലാസം എഴുതുമ്പോൾ വാക്കിൽ തെറ്റുവരുത്തി ഇതോടെ തെറ്റിച്ചെഴുതിയത് എന്താണെന്ന് ചോദിച്ചാണ് വിദ്യാർത്ഥിയുടെ ചെവിയിൽ ജലീൽ നുള്ളുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം കുട്ടികളോട് സംസാരിക്കുമ്പോഴായിരുന്നു സംഭവം. ഇത് കേട്ട് സദസ്സിലും വേദിയിലും ഇരിക്കുന്നവർ ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നാലെയാണ് എം.എസ്.എഫ് പരാതിയുമായി രംഗത്തെത്തിയത്. അനുമോദ ചടങ്ങിനിടെ വിദ്യാർത്ഥിയുടെ ചെവിയില് നുള്ളിയ സംഭവത്തില് ബാലാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കമ്മീഷന് ചെയർപേഴ്സണ് കെ.വി. മനോജ് കുമാറാണ് നടപടി സ്വീകരിച്ചത്. നേരത്തെ ജലീലിനെതിരെ കേസെടുക്കണമെന്ന എം.എസ്.എഫ് ആവശ്യപ്പെട്ടിരുന്നു.